വാർത്തകളിലും രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ശശി തരൂരാണ്. യുദ്ധത്തിനേക്കാൾ വലിയ പ്രാധാന്യം ശശി തരൂരിനായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് കോൺഗ്രസിനകത്ത് രൂപം കൊണ്ടത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി വാർത്തകൾ വരുന്ന അവസരത്തിൽ കോൺഗ്രസിലെ തന്നെ പ്രൊഫസർ ജി ബാലചന്ദ്രൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കാണാതെ പോക വയ്യ. അതുകൊണ്ട് ഞാനത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ആരാണ് ശരി, കോൺഗ്രസോ ശശി തരൂരോ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. പാകിസ്ഥാൻ ഭീകരർ 26 നിരപരാധികളെ വധിച്ചപ്പോൾ ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും ഒരുമിച്ച് തേങ്ങി. ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ കര വ്യോമസേനകൾ ഭീകരതാവളങ്ങൾ തകർക്കുകയും 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. സേനാ മേധാവികളുടെ പത്രസമ്മേളനങ്ങളിൽ 2 വനിതാ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് അർത്ഥവത്തായിരുന്നു. റാഫേലിൻ്റെ വേഗതയിൽ കുതിച്ച ബ്രഹ്മോസ് മിസൈലുകളിൽ നിന്ന് തീജ്വാലകൾ പാകിസ്ഥാൻ്റെ തന്ത്രപരമായ പല ഭീകര കേന്ദ്രങ്ങളും ചാമ്പലാക്കി. തുർക്കിയുടെയും ചൈനയുടെയും സന്നാഹത്തോടുകൂടി ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങിയ പാകിസ്ഥാന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അടിയറവ് പറയേണ്ടി വന്നു. ഇന്ത്യൻ കരുത്ത് കണ്ട് ബേജാറായ പാക് സേനാ തലവന്മാർ ഇന്ത്യയോടെ യുദ്ധം നിർത്താൻ കേണപേക്ഷിച്ചു. എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ നടത്തിയ നുണപ്രചരണത്തിന് മുമ്പിൽ സാക്ഷാൽ ഗീബൽസ് പോലും തോറ്റുപോകും. സിന്ധു നദീജല കരാറിൻ്റെ കാര്യത്തിലും മറ്റ് വ്യാപാര ബന്ധങ്ങളിലും ഇന്ത്യ കർക്കശ സമീപനം സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ്റെ ജലജീവ സമൃദ്ധിയുടെ നട്ടെല്ലൊടിഞ്ഞു. എല്ലാ അടവുകളും പിഴച്ചപ്പോഴാണ് അണുവായുധമുണ്ടെന്ന് പാകിസ്ഥാൻ വീമ്പിളക്കിയത്. അരനൂറ്റാണ്ട് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ പെൺകരുത്തിൽ ഇന്ത്യ നടത്തിയ ബുദ്ധൻ ചിരിക്കുന്നു എന്ന ആണവ പരീക്ഷണത്തിൻ്റെ ചരിത്രപാഠങ്ങൾ പഠിക്കാത്തവരാണ് ഇന്ത്യയെ പേടിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ വിരണ്ട പാകിസ്ഥാൻ ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന് വിളിക്കുകയും അനുരഞ്ജനത്തിന് തയ്യാറാവുകയും ചെയ്തു. സമാധാന നിർദ്ദേശങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഇതിനിടെ താൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. പണ്ട് ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യയെ പഠിപ്പിക്കാൻ വന്ന അമേരിക്കയോട് പണി നോക്കാൻ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ പാകിസ്ഥാനോട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ: ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ആ ചർച്ച ഭീകരാക്രമണത്തെക്കുറിച്ചും നിങ്ങൾ കൈയടക്കി വെച്ച പാക് അധീന കാശ്മീരിനെ കുറിച്ചുമായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് ചൈനയും തീവ്രചിന്തകളുടെ പ്രഭവകേന്ദ്രമായ തുർക്കിയും പാകിസ്ഥാന് കലവറയില്ലാത്ത ആയുധ പിന്തുണ നൽകി. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ വൈപുല്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ പോരാട്ടത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ അടുത്ത പടി അന്താരാഷ്ട്ര സമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി പ്രമുഖ പാർലമെന്റേറിയന്മാരും രാഷ്ട്രതന്ത്രജ്ഞരും ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെ ഇന്ത്യ തെരഞ്ഞെടുത്തു. ഇതിൽ അമേരിക്കയിലേക്കുള്ള സംഘത്തെ നയിക്കുന്നത് വാക്ചാതുര്യവും ഇന്ത്യയുടെ അന്താരാഷ്ട്ര മുഖവുമുള്ള ശശി തരൂരിനെയാണ്. വിദേശകാര്യങ്ങൾക്കുള്ള പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ കൂടിയായ തരൂർ ആ ക്ഷണം സ്വീകരിച്ചു. എന്നാൽ ഇത് കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ നടത്തിയ രാഷ്ട്രീയ അടവ് നയമായതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അതൃപ്തി ഉണ്ടായി. കോൺഗ്രസ് അയച്ച ലിസ്റ്റിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കി. എന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തിയതുമില്ല. അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വസ്തുതാപരമാണ്. മുമ്പ് നരസിംഹറാവു വിദേശ പ്രതിനിധി സംഘത്തെ നയിക്കാൻ BJP നേതാവായ വാജ്പേയിയാണ് നിയോഗിച്ചത്. ഉടനെ പാർലമെന്റ് വിളിച്ചു ചേർക്കണം എന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു. പവാറിനെ പോലെയുള്ളവർ ഇന്ത്യ മുന്നണിക്കകത്ത് ഇക്കാര്യത്തിൽ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. സർവകക്ഷി സംഘത്തിൽ E.T. മുഹമ്മദ് ബഷീറും ജോൺ ബ്രിട്ടാസും കനിമൊഴിയും സുപ്രിയയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തർക്കത്തിന് പോവാത്തതായിരുന്നു ബുദ്ധി. ഇന്ത്യ പാക് സംഘർഷത്തിലും തുടർന്നുള്ള ഇന്ത്യൻ നടപടികളിലും തികഞ്ഞ അവധാനതയോടെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മതസാമൂഹിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രതികരിച്ചത്. 22 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യ
മതേതരമാണെന്ന് പറയാൻ നമുക്ക് പാകിസ്ഥാൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ വർഗീയ കലാപം സൃഷ്ടിച്ചേക്കാവുന്ന ആക്രമണത്തിന് മുതിർന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മുൻഗണന പാക് ഭീകരത തുറന്നു കാണിക്കലാണ്. മുമ്പ് മുംബൈ ഭീകരാക്രമണ സമയത്ത് BJP അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ വട്ടം കറക്കിയതാണ്. രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രമാണ് വലുത്. നമുക്ക് ഒറ്റക്കെട്ടായി ഭീകരവാദത്തെ ചെറുക്കാം. അനവസരത്തിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഞാൻ, അതായത് പ്രൊഫസർ ബാലചന്ദ്രൻ, ഈ പന്തിയിൽ പല കുറിപ്പുകളും നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാവാനുള്ള തരൂരിൻ്റെ യോഗ്യതയെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ് കോൺഗ്രസ്സുകാരനായ പ്രൊഫസർ G. ബാലചന്ദ്രൻ പറയുന്നത്. ഇത് ശ്രീ ബാലചന്ദ്രന് ഒരു പ്രൊഫസർ ആയതുകൊണ്ടും ഒരു അക്കാദമിക് നിലവാരമുള്ളതുകൊണ്ടുമാണ് അദ്ദേഹത്തിനിത് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന് അറിയാം തരൂർ ആരാണ്, തരൂരിന് എന്ത് കഴിവാണുള്ളത്, തരൂരിന് ഇന്ത്യ വിട്ട് വിദേശങ്ങളിൽ എത്രത്തോളം സ്ഥാനമുണ്ട്, തരൂർ പറയുന്നത് എത്രത്തോളം, തരൂരിൻ്റെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കും എന്നെല്ലാം പ്രൊഫസർ ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ പഴയ ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ളവർക്കൊന്നും തന്നെ ഈ തരൂരിൻ്റെ നിലപാടിനോട് അത്ര യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുതരം പാർട്ടി എടുക്കുന്ന തീരുമാനം അവർക്കപ്പോഴും ഹൈക്കമാൻഡാണ് വലുത്. സ്വന്തം രാജ്യത്തേക്കാൾ ഹൈക്കമാൻഡിനെ മാത്രം വണങ്ങി അവിടെ നിന്ന് വരുന്ന ഏത് മൊഴിയും തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളതുപോലെ അത് അംഗീകരിച്ച് നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന കുറേ കോൺഗ്രസ്സുകാരാണുള്ളത്. അവർ പഴയ കക്ഷത്തിലിടുക്കിയ ഡയറിയും ഒക്കെ ആയിട്ട് പോകുന്ന പഴയ രാഷ്ട്രീയക്കാരാണ്. പുതിയ രീതിയിൽ ചിന്തിക്കാനോ രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കാനോ കഴിയാത്തവരാണ്. രാഷ്ട്രമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ. അപ്പോൾ രാഷ്ട്രത്തെയല്ലേ ആദ്യം സംരക്ഷിക്കേണ്ടത്? അത് കാണാൻ കഴിയാതെ പലരും കോൺഗ്രസിനകത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഫസർ ബാലചന്ദ്രൻ പറഞ്ഞതിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, നരസിംഹറാവുവിൻ്റെ കാലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഒടുവിൽ വന്നിതാ നരേന്ദ്രമോദിയുടെ ഭരണകാലത്തുള്ള കാര്യങ്ങളും. അതിനെ അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം അപഗ്രഥിച്ചു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെതിരെ കോൺഗ്രസ് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിലേക്ക് പോകുന്നത് ആ പാർട്ടിക്ക് തന്നെ നാശമാണ്. ഇപ്പം തൃണമൂൽ കോൺഗ്രസ് കണ്ടില്ലേ, അവർ ഈ സംഘത്തിൽ ചേരുന്നില്ല. അത് അവരുടെ നാശത്തിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും ഇങ്ങനെ ഇത്തരത്തിൽ ഇവരെയൊക്കെ തന്നെ വഴിതെറ്റിക്കുക.